രക്ഷയാഗ വേദികയാണ് അക്കരക്കുട്ടിയൂർ. പരശുരാമ കൽപ്പിതമാണ് യാഗോത്സവം എന്നാണ് പറയുന്നത്. സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന സതീദേവിയോടെ വച്ച് അപമാനിക്കപ്പെടുകയും സതീദേവി ദേഹത്യാഗം ചെയ്യുകയും. ദേവി അമ്മ മറഞ്ഞ കല്ല് എന്ന അർത്ഥത്തില് അമ്മാറക്കല്ല് എന്ന് സൂചിപ്പിക്കുന്നു. അതിനിഗൂഢമായിട്ടുള്ള പൂജകളാണ് അക്കരക്കുട്ടിയൂർ പിന്നീട് നടക്കുന്നത്. പിന്നെ ആളുകൾ ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പിന്നെ അക്കരക്കുട്ടിയൂർ പോകുന്നത്. ഇവിടെ മകം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല കുട്ടിയൂരിലേക്ക്. ശീവേലി കഴിയുന്നതോടുകൂടി ശീവേലിക്ക് ഇടംപേറ്റുന്ന ആന പിൻവാങ്ങും. പിന്നെ ആന ഇടംപേറ്റിയിട്ടുള്ള ശീവേലിയില്ല. അതിനുശേഷം അവിടുത്തെ ഘടനയാകെ മാറുകയാണ്. സന്ധ്യ കഴിഞ്ഞാൽ പുരുഷന്മാർക്കും അക്കരപ്രവേശനം. കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രം മനുഷ്യന് മുക്തിയെ പ്രാപിക്കും. ആ ദക്ഷ ശിരസ്സറുത്ത് ആ വാൾ വീരഭദ്രസ്വാമി വലിച്ചെറിഞ്ഞതാണ് വയനാട് ജില്ലയിലെ മുതിരേരിയിൽ ചെന്ന് പതിക്കുന്നത്. ആ മുതിരേരി വാൾ എഴുന്നള്ളിച്ചെത്തുന്നതോടുകൂടിയാണ് കൊട്ടിയൂർ ഉത്സവത്തിന്റെ തുടക്കം. അപ്പൊ അക്കരക്കുട്ടിയൂരില് ഈ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥാനത്തിന് സമീപത്തായിട്ട് ഭഗവാൻ സ്വയംഭൂവായി സാന്നിധ്യം ചെയ്തു. 27 നക്ഷത്രങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വിശേഷമായ ചടങ്ങുകളാണ് വൈശാഖ മഹോത്സവം. ത്രിമൂർത്തികളുടെയും നിർദ്ദേശപ്രകാരം പരശുരാമനാൽ കൽപ്പിതമായതാണ്. നിരവധി കഥകളുടെ ഒരു ശൃംഖല തന്നെ കൊട്ടിയൂരുമായി ബന്ധപ്പെട്ടുണ്ട്.